എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വീഡിയോ ഒരു ട്രാവൽ റിലേറ്റഡ് വീഡിയോ അല്ല കേട്ടോ. നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഒരു അടിപൊളി ഫോട്ടോ പ്രിന്റർ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ടാണ്. ഹിപ്സന്റെ എൽ സീരീസിലുള്ള 18050 എന്ന് പറഞ്ഞിട്ടുള്ള മെഷീനാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ മെഷീൻ്റെ പാക്കറ്റ്. ഹിപ്സൺ എക്കോ ടാങ്ക് L18050 വൈഫൈ കണക്റ്റഡ് ആണ്. A3+ പ്രിൻ്റ്, ബോർഡർലെസ് പ്രിൻ്റാണ്. ഹിപ്സൺ എക്സിഡ്യൂർ വിഷൻ കേട്ടോ. 6 ഇഞ്ചിൻ്റെ എക്കോ ടാങ്ക് ആണ് കേട്ടോ വരുന്നത്. 6 ഇഞ്ച് കാട്രിഡ്ജ് വരുന്നുണ്ട്. കാട്രിഡ്ജ് അല്ല, എക്കോ ടാങ്ക് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പൊട്ടിച്ച് നോക്കാം ആദ്യം. അപ്പോൾ ആദ്യം തന്നെ അതിൽ വരുന്നത് നമുക്ക് ഇത് കണ്ടോ, ഇതൊരു CD അതുപോലെ തന്നെ ID കാർഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പ്രിൻ്റ് അടിക്കാനുള്ള പ്രത്യേക ഒരു സംഭവമാണ് കേട്ടോ. അതിനുശേഷം നോർമലി നമുക്ക് എല്ലാ ഇതിലും കാണാവുന്ന പോലെയുള്ള അതിൻ്റെ യൂസർ മാനുവൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഡാറ്റ കേബിളാണ് കേട്ടോ, കേബിള്. പിന്നെ പവർ കേബിൾ ഇവിടെ വരുന്നുണ്ട്. പവർ കേബിളാണ് അത്, യെസ്, പവർ കേബിൾ. പിന്നെ ഇതിൽ നമുക്ക് ഒരു 6 ഇഞ്ച് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട് കേട്ടോ. ഇതിൽ സിയാന്, ബ്ലാക്ക്, പിന്നെ മെജൻഡ, പിന്നെ യെല്ലോ, ലൈറ്റ് മെജൻഡ, പിന്നെ LC ലൈറ്റ് സിയാന്, ഇത്രയും സാധനങ്ങളുണ്ട് കേട്ടോ. നേരത്തെ നമ്മൾ കണ്ട കേബിൾ പവർ കേബിൾ അല്ല കേട്ടോ, ഇതാണ് പവർ കേബിൾ. സൈഡിൽ വരുന്ന സേഫ്റ്റി സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ റിമൂവ് ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ പവർ കേബിൾ വരുന്നത് ഇവിടെ ബാക്ക് സൈഡിലാണ് കേട്ടോ. ഇതവിടെ കണ്ടോ, ഈ ഒരു സൈഡിലായിട്ടാണ്. നമ്മൾ പവർ കണക്ട് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഓണാക്കി നോക്കാം. അതുപോലെ തന്നെ നമുക്ക് പ്രിൻ്റ് കളക്ട് ചെയ്യാനുള്ള ഒരു ട്രേ വരുന്നത് ഈ ഒരു ടൈപ്പ് കേട്ടോ. കേട്ടോ, നമുക്ക് A3 പ്രിൻ്റ് അടിക്കുകയാണെങ്കിൽ നേരെ ഇവിടെ വന്നിട്ട് നമുക്ക് ഈ ഡ്രൈയിൽ കളക്ട് ചെയ്യാം. മെഷീൻ്റെ ഈ ഒരു സൈഡിലായിട്ടോ ഇതിൻ്റെ മെയിൻ്റനൻസ് ടാങ്ക് വരുന്നത്. അതുപോലെ ഹെഡ് ആയിട്ട് ബന്ധപ്പെട്ട പ്രിൻറ്റിങ് ഹെഡായിട്ട് ബന്ധപ്പെട്ട ആ ഒരു സെക്ഷനാണിത്. ഇതിൽ എക്കോ ടാങ്ക് വരുന്നത് ഈ ഒരു സൈഡിലാണ് കേട്ടോ. ഇതിൽ നമുക്ക് ഈ ഒരു ടാങ്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് കാട്രിഡ്ജ് വെച്ച് നമുക്ക് ഇങ്ക് ഫില്ല് ചെയ്യാം. ബ്ലാക്ക്, ലൈറ്റ് സിയാൻ, മജൻഡ, സിയാന്, യെല്ലോ, ലൈറ്റ് മെജൻഡ, ഇത്രയും ഇങ്കാണ് കേട്ടോ ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ കട്ട് ഷീറ്റ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ട സ്ഥലമാണ് കേട്ടോ ഇത്. നമുക്ക് A3 വരുന്ന ഇതാണിത്. നമുക്ക് ഈ 4 സൈസ് A3, അതുപോലെ A4, A5, പിന്നെ A5ൻ്റെ പകുതിയായിട്ടുള്ള 4x6 എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൈസിൽ 4 കട്ട് പേപ്പർ നമുക്കിതിൽ ആഡ് ചെയ്യാം കേട്ടോ. ഇത് തുറന്നിട്ട് നമുക്ക് ഓരോ ഇങ്കായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. നമ്മൾ ഇങ്ക് ഓൾമോസ്റ്റ് ഇതിൽ ഫില്ലാക്കിയിട്ടുണ്ട്. 6 ഇങ്ക് നമ്മൾ ഓൾറെഡി ഇതിൽ എല്ലാ ടാങ്കിലും ഫില്ല് ചെയ്തിട്ടുണ്ട്. എല്ലാ ബോട്ടിലും കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ. അതായത് മൊത്തം ടാങ്കിൽ കയറിയിട്ടില്ല. എന്തായാലും നമ്മളിതിന് കറണ്ട് കണക്ട് ചെയ്യുന്നു, ഓണാക്കിയിട്ട് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് പ്രിൻ്റ് അടിച്ച് നോക്കാം. അപ്പോൾ പ്രിൻ്റർ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഗൂഗിളിൽ കയറിയിട്ട് നമ്മൾ സെയിം മെഷീൻ നമ്പറും അതുപോലെ അതിൻ്റെ പ്രിൻ്റർ സപ്പോർട്ടിങ് സോഫ്റ്റ്വെയർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്കൊരു ഇത് വരും. അതിനുശേഷം നിങ്ങളുടെ സിസ്റ്റം ഏത് ബിറ്റാണ്, ഇപ്പോൾ Windows 10 32 ബിറ്റ് ആണെങ്കിൽ അതിന് കണക്കാക്കിയുള്ള സാധനം ഇവിടെ ഡൗൺലോഡ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ 64 ബിറ്റ് ആണെങ്കിൽ അതിനുള്ളതുണ്ട്. അപ്പോൾ ഞാനിവിടെ 64 സംഭവം ഡൗൺലോഡ് ചെയ്യാനായിട്ട് പോവാണ്. സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവർ ചോദിക്കുന്നുണ്ട് നമുക്ക് വയർലെസ് കണക്ടിവിറ്റി ആണോ, വിത്ത് കേബിൾ കണക്റ്റ് ആണോ ചെയ്യേണ്ടത്, അതോ വൈഫൈ കണക്റ്റ് ആണോ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ തൽക്കാലം ഞാൻ വൈഫൈയിലല്ല കണക്ട് ചെയ്യേണ്ടത്, നമുക്ക് വൈഫൈ കണക്റ്റഡ് വേറൊരു സിസ്റ്റത്തിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ തൽക്കാലം ഞാൻ കേബിൾ കണക്റ്റ് ചെയ്യുകയാണ് കേട്ടോ.
ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇങ്കിൻ്റെ കളർ പാറ്റേൺ ചെക്കാണ് ചെയ്യാനുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ തൽക്കാലം ഈ ഒരു പവർ ഓഫ് ചെയ്യുന്നു. അതിനുശേഷം ഒരു A4 ഷീറ്റ്, നമ്മുടെ നോർമൽ A4 ഷീറ്റ് ഇതിൽ ആഡ് ചെയ്യുന്നു. അതിനുശേഷം ഈ ഒരു ഇങ്കിൻ്റെ ലോഗോയും അതിനുശേഷം പവർ ബട്ടണും ഒരു 2 സെക്കൻഡ് നേരം പിടിച്ചിരുന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളത് പ്രിൻ്റ് അടിച്ചിട്ട് ഇതുപോലുള്ള കളർ പാറ്റേൺ പ്രിൻ്റ് നമുക്ക് ലഭിക്കും. ഇതിൽ സിയാന്, അതുപോലെ തന്നെ യെല്ലോ, ലൈറ്റ് സിയാന്, ബ്ലാക്ക്, മജൻഡ, ലൈറ്റ് മജൻഡ, ഇത്രയും സാധനം, ഇത്രയും ഇങ്കിൻ്റെ പാറ്റേൺസ് പ്രിൻ്റ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഒരു പ്രശ്നങ്ങളുമില്ല. അപ്പോൾ നമുക്കിനി ധൈര്യമായിട്ട് പ്രിൻ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പ്രിൻ്റർ സോഫ്റ്റ്വെയർ ഇവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. പക്ഷേ ഞാൻ നമ്മുടെ പ്രിൻ്റർ സോഫ്റ്റ്വെയർ വെച്ചിട്ടല്ല അടിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ നോർമലി അടിക്കുന്ന രീതിയിൽ Ctrl+P ടൈപ്പ് ചെയ്തിട്ട് ഡയറക്റ്റ് പ്രിൻ്റ് അടിക്കാൻ പോവുകയാണ്, അതായത് പ്രിൻ്റർ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാണ്ട്. അപ്പോൾ നമ്മളിവിടെ പ്രിൻ്റർ ഓൺ ചെയ്ത് വെച്ചു. അതിനുശേഷം നമുക്ക് പേപ്പർ ആഡ് ചെയ്യണം. ഇതാണ് നമ്മൾ ആഡ് ചെയ്യുന്ന പേപ്പർ കേട്ടോ, A4 ഷീറ്റ്. പിന്നെ ഇത് ഇപ്സൻ്റെ പേപ്പറല്ല, ഇത് പ്രൊഫഷണൽ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പേപ്പറാണ്. അത്യാവശ്യം ഫോട്ടോ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ടൈപ്പ് പേപ്പറാണ്. നമ്മളിവിടെ നോർമലി സാധാരണഗതിയിൽ ഇതാണ് ഉപയോഗിക്കാറ്, പ്രൊഫഷണൽ എന്നുണ്ടോ പേര്. അപ്പോൾ അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ആദ്യം തന്നെ ഒരു പ്രിൻ്റ് അടിച്ച് നോക്കാം നമുക്ക് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രിൻ്ററുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ കാഴ്ചകൾ കണ്ടല്ലോ. ഈ ഒരു പ്രിൻ്റർ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കോസ്റ്റ് എഫക്റ്റീവ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ഒരു എക്കോ ടാങ്ക് പ്രിൻ്ററാണ്. എക്കോ ടാങ്ക്, അതായത് നമുക്ക് റീഫിൽ ചെയ്യാൻ പറ്റുന്ന ടൈപ്പുള്ളൊരു ഇങ്ക് മെത്തേഡാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ A3+ സൈസിലുള്ള പ്രിൻ്റ് നമുക്ക് ബോർഡർ ലെസ് ആയിട്ട് അടിക്കാൻ പറ്റും.